ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഹായ്, ഹരിയാണ് സംസാരിക്കുന്നത്. ഇലക്ട്രിക് ബ്രാൻഡുകളിൽ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അൾട്രാവയലറ്റ്. അങ്ങനെ അൾട്രാവയലറ്റ് കൊച്ചിയിലും എത്തിയിരിക്കുകയാണ്. അങ്ങനെ അൾട്രാവയലറ്റ് മോട്ടോർ F11 മാച്ച് 2 കൊച്ചിയിൽ ലുലു മാളിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ചില ബ്രാൻഡിന് ചിലരുടെ കൈത്താങ്ങ് അവരെ രക്ഷപ്പെടുത്തും. പറഞ്ഞു വന്ന മറ്റാരെ പറ്റിയല്ല, ദുൽഖർ സൽമാനെ പറ്റിയാണ്. ഈ കൈത്താങ്ങിലൂടെ അൾട്രാവയലറ്റ് എന്ന കമ്പനി 2500 കോടി മൂല്യത്തിൽ എത്തി നിൽക്കുകയാണ്. നാരായണ സുബ്രഹ്മണ്യവും നീരജ് രാജ്ഭവനുമാണ് ഇതിന്റെ ഫൗണ്ടർമാർ. 2016 ഇവർ കണ്ട സ്വപ്നത്തെ ദുൽഖർ സാക്ഷാത്കരിച്ചു കൊടുക്കുകയും സിനിമ കഴിഞ്ഞാൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ കാര്യം ഒരു ബിസിനസ് ആക്കി മാറ്റുകയും അദ്ദേഹം ചെയ്തു. ഇതിലൂടെ ബാംഗ്ലൂർ ബേസായ അൾട്രാവയലറ്റ് എന്ന കമ്പനിയുടെ ഗതി മാറുകയും ലോകവിപണിയിൽ ഒരു ഇലക്ട്രിക് സൂപ്പർ സ്പോർട്സ് ബൈക്ക് ജനിക്കുകയാണ്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് കാണുമ്പോൾ ഓർമ്മ വരുന്നത് KTM ഡ്യൂക്കിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള LED ആയിട്ടുള്ള നേക്കഡ് ബൈക്കിലൊക്കെ കണ്ടുവരുന്ന ഒരു ഹെഡ്ലൈറ്റ്. ഐ ലൈക്ക് ഇറ്റ്. പിന്നെ ഇതൊരു സ്പോർട്സ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ സൈഡ് ഫെയറിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഫെയറിംഗിനകത്ത് സിമ്പിൾ ആയിട്ട് അൾട്രാവയലറ്റ് F71 എയർ 2.0 ഏറ്റവും താഴെയായിട്ട് സൂപ്പർ ബൈക്കിലൊക്കെ കാണുന്നോട്ട് വിംഗ്ലെറ്റ് നൽകിയിരിക്കും. ഫെയറിംഗിന്റെ മുകളിലായിട്ട് അൾട്രാവയലറ്റ് എന്ന ബ്രാൻഡിങ് നൽകിയിരിക്കുന്നു. താഴെ കമ്പനിയുടെ ലോഗോയും നൽകിയിരിക്കുന്നു. ഇതൊരു സ്പോർട്സ് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഈ സൈഡ് കിറ്റ് ഒക്കെ ഡിസൈൻ ചെയ്ത് എയറിനെ ചീറി മുറിച്ചുകൊണ്ട് പോകാൻ പാകത്തിലാണ്. ഫ്രണ്ടിൽ 41 mm അപ്സൈഡ് ഡൗൺ ടെലിസ്കോപ്പിക് ഫോർക്കാണ്. ഇത് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. ഈ ഫോർക്കിന് പ്രൊട്ടക്ഷനായിട്ട് ഒരു കവറിങ്ങും നൽകിയിരിക്കുന്നു. ഇവിടെ F77 സ്റ്റിക്കർ നൽകിയിരിക്കുന്നു. ഇത് ഹെഡ്ലൈറ്റുമായിട്ട് സിങ്ക് ചെയ്തിരിക്കുന്ന ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇത് ഈസ് നൈസ് ഡിസൈൻ. വളരെ റിജിഡ് ആയിട്ടുള്ള മിററാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഇതൊരു പ്രീമിയം മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ലിവറും ക്ലച്ച് ലിവറും നൽകിയിരിക്കും. 3 വർഷം 16,000 കിലോമീറ്റർ വാറന്റിയുള്ള IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ട് 7.1 kW കപ്പാസിറ്റിയുടെ ബാറ്ററിയാണ്. ബാക്ക് ഡിസൈൻ അങ്ങനെ എടുത്തു പറയത്തക്ക പ്രത്യേകതകളൊന്നുമില്ല. ഒരു സ്പോർട്സ് ബൈക്കിന്റെ ഡിസൈൻ കരുവത് ഈ ബാക്ക് പോർഷനിൽ കാണാം. ടയറിനോട് ചേർന്ന് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഡിസൈൻ ചെയ്ത സാരികളും കാണാം. ഇതിന്റെ പവർ 40 HP 90 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സ്പീഡ് 165 km ആണ്. ഇത് പ്രീമിയം EV മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് ഇതിന്റെ വേഗതയും പ്രീമിയമാണ്. 321 km റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. കിട്ടുമെന്ന് തമ്പുരാൻ അറിയാം. ഈ പറഞ്ഞ റേഞ്ചിൽ നിന്ന് കടുകുണി വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയേക്കാം. ഇതൊരു പ്രീമിയം മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഡീസന്റ് റേഞ്ച് തന്നെയാണ് നൽകിയിരിക്കുന്നത്. EV ബൈക്കിന്റെ ഭാരം തന്നെ 197 kg, സീറ്റ് 800 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് 160 mm ആണ്. ഈ EV മോട്ടോർ സൈക്കിൾ 2 വേരിയന്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനാദ്യത്തെ വേരിയന്റ് സ്റ്റാൻഡേർഡ് 211 km റേഞ്ച്. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് തന്നെ 3,30,000 രൂപയാണ്. രണ്ടാമത്തെ വേരിയന്റ് റേസിൽ 323 km റേഞ്ചാണ്. രണ്ട് മോട്ടോർ സൈക്കിൾ ടോപ്പ് സ്പീഡ് 155 km ആണ്. ഇതിന്റെ വില 4,23,000 രൂപ. വണ്ടി ഓടിച്ചു നോക്കാതൊന്നും പറയാൻ സാധിക്കില്ല. നിലവിൽ കേരളത്തിൽ കൊച്ചിയിൽ മാത്രമേ ഡീലർഷിപ്പ് ഉള്ളൂ. സെയിൽസ് ആൻഡ് സർവീസ് കേരളത്തിലെ മറ്റ് ജില്ലകളിലോട്ട് എത്തിയെങ്കിൽ മാത്രമാണ് എനിക്ക് ആൾക്കാരിലോട്ട് സജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ കൊച്ചിയിലുള്ളവർക്ക് മാത്രമേ എടുക്കാനും എനിക്ക് സജസ്റ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.